നമസ്കാരം. ഇതാണ് നമ്മുടെ ഈ പ്രോഗ്രാം കുടിവിന്റെ കൂട്ടായ്മ 2021 പിന്നെ സംഗമം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് ഉദ്ഘാടകനായി വന്നിട്ടുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട അസീസ് സാറാണ്. അപ്പോൾ അദ്ദേഹം സ്റ്റേജിലേക്ക് കയറ്റാണ്. അപ്പോൾ അതിന്റെ ബാക്കി കാര്യങ്ങൾ അപ്പോൾ കൗൺസിൽ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി ആയിരുന്നു. സംസ്ഥാനത്തുടനീളം ചെറുകിട വ്യവസായ സംരംഭങ്ങളെ കുറിച്ചും ഹൗസ് ഹോൾഡ് ഇൻഡസ്ട്രികളെ കുറിച്ചും പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനും മുന്നിട്ടിറങ്ങി നിൽക്കുന്ന അസീസ് സാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും അകത്തേക്ക് പ്രവേശിക്കേണ്ടതാണ്. നമ്മുടെ പരിപാടികൾ ആരംഭിക്കുകയാണ്. പുറമെ നിൽക്കുന്ന എല്ലാവരും ഉടനെ തന്നെ ഹാളിലേക്ക് പല ഭാഗങ്ങളും നടന്നു ശ്രമിച്ച രീതി കൂടിയാണ് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയുന്നതുകൊണ്ടാണ് ഞാനത് പറയാം. പക്ഷേ ഇവിടെ ഇതാണ് നമ്മുടെ ബിന്ദു ചേച്ചി, നമ്മുടെ കൂട്ടായ്മയിലെ സ്ത്രീ സാന്നിധ്യം. ഇത് ഫസ്റ്റ് പത്തായം വയറ് രണ്ടാളി പത്തായം പോലെ ഉണ്ട്. അതുകൊണ്ടാണ് പത്തായം പേരിട്ടിരിക്കുന്നത്. അപ്പൊ പത്തായത്തിന്റെ പുതിയ പ്രോഡക്റ്റ് എന്താണ്? അങ്ങോട്ട് പോകും നമ്മുടെ ബസ്സിൻ്റെ അവിടെ പുട്ടുപടി അങ്ങോട്ട് പോകും. ഇങ്ങോട്ട് വരും. ഇതാ നമ്മുടെ ദേവദാസ്. ഇതാണ് ദേവദാസ്, നമ്മുടെ ഗ്രൂപ്പിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ആള്. ഇത് നമ്മുടെ പ്രമുഖൻ വള്ളം കുടിക്കണേ. അതെ, ഞങ്ങളെ പുറത്ത് അത് ഇവിടെ ഇരിക്കുന്ന ആൾക്കാരെ കംപ്ലീറ്റ് ചെക്ക് ചെയ്തിട്ട് കൊണ്ടുപോകും. പുതിയങ്ങാടി മില്ല് തുടങ്ങി ഇപ്പോൾ മകൻ റമീസ് മില്ല് നടത്തി വരുന്നു. സാറിനെ സ്നേഹപൂർവ്വം വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. പൊന്നാട അണിയിക്കാനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പൊന്നാട അണിയിക്കാനായി നിസാമുദ്ദീനയ്ക്ക് വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പൊന്നാട അണിയിക്കുന്നതിനായി റഫീഖെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു.
അല്ലാതെ ഒരു ക്ലാസ്സായിട്ട് തേടണമെന്ന് സൗകര്യമാണോ? അത് നമ്മുടെ മില്ലുമായിട്ട് ആർക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നമ്മുടെ ഹസീഫ് സാറിനോട് ചോദിക്കുക. ആരും ഒരു മടി കാണിക്കണ്ട, ഒന്നും കാണിക്കണ്ട. ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചോദിക്കുക. അപ്പൊ ആരെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം. എൻ്റെ പേര് അഷ്റഫ്. ഇപ്പോൾ മില്ല് നടത്തുന്നതിന് മിനിമം 10 KW വെച്ചാണ് ഒരു മിനിമം ഫിക്സഡ് ഡെപ്പോസിറ്റായിട്ട് വെക്കുന്നത്. ആളുകളും 20-15 HP ഉപയോഗിക്കുന്നവരാണ്. അവർക്ക് 700-900 ഒക്കെ ഡെപ്പോസിറ്റ് മന്ത്ലി ഫിക്സഡ് വരുന്നുണ്ട്. അത് 20 HP വരെ ഒരു മില്ലിന് മിനിമം ആയിട്ട് കൊടുക്കാൻ സാർ കൊണ്ട് വല്ല താല്പര്യങ്ങളിലോ നേട്ടമായിരുന്നു. സാറിന് ചോദ്യം മനസ്സിലായോ? അതായത് ഈ 15 HP ആണ് അധികം ആളുകൾക്കുള്ളൂ, 20 HP ആവണം. അപ്പോൾ ഡെപ്പോസിറ്റ് കുറേ വേണം. 20 KW വേണം. ഓക്കെ കിലോവാട്ട് വേണം. ഇപ്പോൾ 10 കിലോവാട്ടാണ് അനുവദിച്ചത്. അത് 120 രൂപയാണ്. അത് 20 കിലോവാട്ട് വരെ 120 രൂപയ്ക്ക് ഉയർത്താൻ അത് മിനിമം 20 കിലോവാട്ട് KCBയുടെ നമുക്ക് നിങ്ങൾ പറയുന്നത് KCB ഇലക്ട്രിക്കായിട്ട് ബന്ധപ്പെട്ട് KCB ആയിട്ട് ചാർജ് കുറഞ്ഞു കിട്ടും. അതാണ് ആവശ്യം. ഫിക്സഡ് ചാർജ് 20 KW വരെ മിനിമമായിട്ട് നിർത്തണം. ഫിക്സ്ഡ് നിർത്തണം. ഫിക്സഡ് മന്ത്ലി ഫിക്സ്ഡ് ചാർജ് അതായത് നിങ്ങൾ അടയ്ക്കേണ്ട ഫിക്സ്ഡ് എമൗണ്ട്, മന്ത്ലി അടയ്ക്കേണ്ട ഫിക്സ്ഡ് എമൗണ്ട് കുറഞ്ഞു കിട്ടും. ഓക്കെ, അത് ഗവൺമെന്റ് എടുക്കേണ്ട തീരുമാനമാണ്. ആ തീരുമാനം എടുക്കാൻ നിങ്ങൾ ഈ കമ്മിറ്റിയിൽ വന്നിട്ട് നമ്മൾ തീരുമാനം എടുത്തിട്ടാണ് ഗവൺമെൻറ്റിന് കൊടുത്തിട്ടാണ് അത് നിയമമായിട്ട് നിങ്ങളുടെ ഇതിൽ വരിക. അപ്പോൾ എന്ത് ചെയ്തോളൂ, നിങ്ങളിത് തന്നോളൂ. ഇത് നല്ലൊരു പോയിൻ്റാണ്. ഞങ്ങൾ പരിഗണിക്കാനുള്ള സൗകര്യം ചെയ്യാം. താങ്ക് യു. എൻ്റെ പേര് അബ്ദുൾ റൌഫ്, തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ് ചാവക്കാട് ഏരിയ ഡ്രൈവർ. എനിക്ക് പറയാനുള്ള സാറിനോട് ഒരു സെക്കൻഡ്, ഞാൻ കൂടുതൽ സ്റ്റേജിലോ ഒന്നും പ്രസംഗിച്ചിട്ടില്ല. 4 കൊല്ലമായിട്ടുള്ള എൻ്റെ മില്ല് തുടങ്ങിയിട്ട്. പക്ഷെ ഒരു പ്രശ്നം വെച്ചാല് ആഴ്ചയിൽ ഞായറാഴ്ച വെച്ചാൽ പിന്നെ 6 ദിവസം ഓൺ ഡേ ഉണ്ട്. ഈ ഓൺ ഡേയില് മിക്ക ദിവസവും എൻ്റെ ഏരിയയിൽ കേസിനെ പറ്റിയിട്ടാണ് സംസാരിക്കേണ്ടത് കേട്ടോ. കറണ്ട് പോകും. ഈ കറണ്ട് പോകുന്നത് എന്താന്ന് വെച്ചാൽ ഈ എൻ്റെ ഏരിയയിലുള്ള ആ ഇലക്ട്രിസിറ്റി ഓഫീസിലുള്ളവര് സബ് കോൺട്രാക്ട് കൊടുത്തിരിക്കുകയാണ് അവിടുത്തെ മെയിൻ്റനൻസ്. അപ്പോൾ ഡെയിലി അവർ മെയിൻ്റനൻസിന് വേണ്ടി ആ വർക്ക് നടത്തിയെന്ന് വരുത്തി കൂട്ടാൻ വേണ്ടി കട്ട് ഓഫ് ചെയ്യും. അപ്പോൾ അതിന് നമ്മൾക്ക് ഗവൺമെന്റിനെ എന്തെങ്കിലും പറഞ്ഞിട്ടോ അല്ലെങ്കിൽ KCB പറഞ്ഞിട്ടോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുള്ളത് അതൊരു ഷെഡ്യൂൾ ലെവലിൽ കൊണ്ടുവരണം. മനസ്സിലായോ പറഞ്ഞത്? നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അത് ടൈം ഫിക്സ് ചെയ്ത് കിട്ടും. ഫിക്സ് ചെയ്തല്ലേ? അത് ദിവസവും ഇങ്ങനെ ഓഫ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളെ ജോലിക്ക് അത് ബാധിക്കുന്നു. ജോലിക്ക് നമ്മുടെ വ്യവസായ ലെവലിൽ എല്ലാം നമുക്ക് ബാധിക്കുകയാണ്. അത് കൂടാതെ നമ്മുടെ എംപ്ലോയീസിനെ നമുക്ക് ശമ്പളം കൊടുക്കാം. അവർ വെറുതെ ഇരുന്നിട്ട് 6 മണി കഴിഞ്ഞാൽ നമ്മള് പിന്നെ ബാക്കി പണി ഞങ്ങൾ നടത്തുന്നതേ. അപ്പോ അതിന്റെ എന്തെങ്കിലും ഒരു വഴി, അതിനുള്ളൊരു വഴി കാണണം നമ്മൾ. ഓക്കെ ഓക്കെ ശരി ഓക്കെ മനസ്സിലായി. പോയിന്റ് മനസ്സിലായി. നിങ്ങൾ ഇത്തരത്തിലുള്ള പോയിന്റുകൾ വന്നാൽ നമുക്കത് പരമാവധി അത് എനിക്ക് അത് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞങ്ങൾ കമ്മിറ്റിയിൽ കൊണ്ടുവരും. പറഞ്ഞു മനസ്സിലായി, എനിക്ക് മനസ്സിലായി. ഹലോ, നല്ലൊരു നിർദ്ദേശമാണ്. ആ നിർദ്ദേശം ഞാൻ നോട്ട് ചെയ്യുന്നുണ്ട്. നോട്ട് ചെയ്തോ. ഹലോ, എൻ്റെ പേര് അബ്ദുൽ സലാം, തൃശ്ശൂർ ജില്ല, ഷർണൂരടുത്താണ്. ഞാൻ മില്ല് തുടങ്ങിയിട്ട് 2 മാസത്തോളമായി. പക്ഷേ ഇതിൻ്റെ മുന്നിൽ പ്രവർത്തിക്കൂടിയിട്ട് 5-6 മാസം കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ ഞാൻ ലൈസൻസിന് വേണ്ടി അപേക്ഷിച്ചിട്ട് 4 മാസം കഴിഞ്ഞിരിക്കുന്നു. ഇതേവരെ അവർ കമ്മിറ്റി കൂടിയിട്ടില്ല. അങ്ങനെ പറഞ്ഞ് എനിക്ക് ലൈസൻസ് കിട്ടിയിട്ടില്ല. എനിക്ക് സബ്സിഡിക്ക് വേണ്ടി അപേക്ഷിക്കണമെങ്കിൽ ലൈസൻസ് ആവശ്യമാണല്ലോ. അതുകൊണ്ട് ഇതേവരെ കിട്ടിയിട്ടില്ല. അത് കിട്ടാൻ വല്ല വഴികളുണ്ടോ എന്ന് അറിയാൻ വേണ്ടി. നിങ്ങൾ ഈ അപേക്ഷ കൊടുത്ത് റെസിപ്റ്റ് വാങ്ങിയിട്ടുണ്ടോ?
റെസീറ്റ് കയ്യിലുണ്ടോ? ഉണ്ട്. റെസീറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈസൻസ് ആയിട്ട് പരിഗണിക്കും. അവര് വന്ന് തരേണ്ട ആവശ്യമൊന്നുമില്ല, അത് അവർ ചുമതല. നിങ്ങൾ തന്നിരിക്കണം. തന്നിട്ടുണ്ടോ എന്തെങ്കിലും? അതങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത 15 ദിവസം കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യുമ്പോൾ ഒരു മാസമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അത് ലൈസൻസ് ആയിട്ട് എവിടെയും പരിഗണിക്കും. അത് മതി, ആ റെസീറ്റ് മാത്രം മതി. നിങ്ങൾ അതിന് വെയിറ്റ് ചെയ്യും. എന്തെങ്കിലും വിഷയം സർ, ഞാൻ സർക്കാർ താങ്ങാളൂർ. എനിക്ക് ഒരു പിന്നീട് 2 വർഷമായി. ഞങ്ങൾ തുടങ്ങുന്നതിന് മുമ്പേ സബ്സിഡി അവരുമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് സബ്സിഡി കിട്ടും, ക്യാഷ് ആയി സാധനം എടുത്താലും സബ്സിഡി കിട്ടുമെന്നാണ് ഞങ്ങൾക്ക് അവിടെ പറഞ്ഞതും. അതിനനുസരിച്ച് നമ്മളെല്ലാ ബില്ലും ശരിയാക്കി. ബില്ല് തുടങ്ങി 2 മാസത്തെ ബില്ല് വേണമെന്ന് പറഞ്ഞ് ബില്ലും കൊണ്ടുപോയി കൊടുത്തപ്പോൾ അവർ പറഞ്ഞപ്പോൾ പുതിയ സിസ്റ്റം വന്നിട്ടുള്ളത് പാക്കിംഗ് പ്രൊഡക്റ്റ് യൂണിറ്റ് ആക്കിയാൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ പ്രൊഡക്റ്റിംഗ് യൂണിറ്റ് ആക്കി മാറ്റുന്നുണ്ട്. മാറ്റിയാൽ എത്ര വർഷത്തിനുള്ളിൽ സബ്മിറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ സംശയം ഞാൻ ചോദിക്കുന്നത്. അതായത് സബ്സിഡി തരുന്നത് നിങ്ങൾ ജോബ് വർക്ക് എന്ന് കാണിക്കുമ്പോൾ പല സബ്സിഡിയും കിട്ടില്ല. ജോബ് വർക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മറ്റു റിസ്ക് ഇല്ല. നിങ്ങൾ മിഷനറി സ്ഥാപിക്കുന്നു, ആളുകൾ നിങ്ങളുടെ അടുത്ത് പഠിക്കാൻ കൊണ്ടുവരുന്നു, പഠിച്ച് നിങ്ങൾ കൊടുക്കുന്നു, കാശ് വാങ്ങുന്നു. നിങ്ങളുടെ മറ്റ് റിസ്ക് നിങ്ങൾക്കില്ല. പ്രത്യേകം മനസ്സിലാക്കുക. എന്താണ് അത് ഞാൻ ആദ്യം പറയാം. സബ്സിഡി എന്താണ്? സബ്സിഡി അതിനെക്കുറിച്ച് ആദ്യം നോട്ട് തരാം. സബ്സിഡി എന്താണ്? സബ്സിഡി എന്ന് പറയുന്നത് ഇപ്പോൾ പല സബ്സിഡി 40%, 30%, 20%, 15% എന്ന് പറഞ്ഞ് പല രൂപത്തിലും 50% അല്ലെങ്കിൽ 70% സബ്സിഡികളുണ്ട്. ഈ സബ്സിഡി എന്താണ്? അതാണ് മനസ്സിലാക്കുക. ഇപ്പം എക്സാമ്പിൾ, ഇത് ഒരു മിനറൽ വാട്ടർ ബോട്ടിലാണ്. ഇത് ഞാൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഇതിനു വേണ്ടി മിഷനറി സ്ഥാപിക്കണം. എത്ര രൂപയാണോ വേണ്ടത് അത്രയും കാശ് ചിലപ്പോൾ ലോൺ കൊടുത്തിട്ട് അതിന് വേണ്ട എന്തൊക്കെ പേപ്പർ, ഇപ്പം നിങ്ങൾ യൂണിറ്റ് തുടങ്ങാൻ നിങ്ങൾക്ക് എന്തൊക്കെ പേപ്പർ ചെയ്യേണ്ടി വന്നോ അതുപോലെ എല്ലാ ഡോക്യുമെന്റും ക്ലിയർ ചെയ്ത് ഞാൻ എന്ത് ചെയ്യുകയാണ്? ഇത് ഒരു സ്ഥാപനം ഉണ്ടാകുന്നതിന് ചോദിച്ചു വാങ്ങണം. ഇത് ഇത്രയും പേപ്പറുകൾ ഇതിൻ്റെ കൂടെ സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ അതിൽ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ പറയുന്ന സ്ഥാപനത്തിൽ നിങ്ങൾ മേലെ കാണിച്ചിരിക്കുന്നത് ജോബ് വർക്കുന്നായിരിക്കും. അതാണ് വിഷയം. നിങ്ങൾ പ്രൊഫഷനായിട്ടാണ് കാണിക്കേണ്ടത്. ഒരുവിധം മില്ലുകാരൊക്കെ പ്രൊഫഷനായിട്ടാണ് കാണിക്കുക. അങ്ങനെ കാണിക്കണം. ഇപ്പോൾ ഈ മില്ലുകാർ ജോബ് വർക്കായിട്ട് കാണിക്കുമ്പോൾ പല ആനുകൂല്യം നഷ്ടപ്പെടും. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. നിങ്ങൾ ഒന്നുമില്ല, നിങ്ങൾ പ്രവർത്തിക്കുക തുടങ്ങുന്നതായിട്ട് ഇപ്പം നിങ്ങളെ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് പ്രൊജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കണം. ആ പ്രൊജക്ട് റിപ്പോർട്ടിൽ നിങ്ങൾ ആദ്യം വിഷയം ഒന്ന് ഫിറ്റ് ചെയ്തു. അതിൻ്റെ വിലത്ര എന്നാണ് നിങ്ങൾ കമ്മീഷനായിട്ട് പ്രൊജക്ട് തുടങ്ങുന്നത്. അത് തുടങ്ങുന്ന ഡേറ്റ് കാണിച്ച് ഒരു ദിവസം എത്ര ഉണ്ടാക്കും. ആദ്യം നിങ്ങൾ എന്താ ചെയ്യുന്നത്? ജോബ് വർക്കാണ്, ഇത്ര രൂപ കിട്ടി. ഇപ്പോഴെന്താ ചെയ്യുന്നത്? പ്രൊഫഷനാണ്, ഇത്ര പ്രൊഫഷൻ ഉണ്ട്, ഇത്ര ചെയ്യുന്നുണ്ട്, ലക്ഷ്യം കാരണം എന്നുള്ളത് അതിൽ വരുമ്പോൾ അതിൽ പേക്കിംഗ് മെഷീനൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 30% വരെ സബ്സിഡിക്ക് ആയതുണ്ട്. എന്തിൻ്റെ? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അത് വിഷയം മറ്റുള്ളവർക്ക് ബില്ല് കറക്റ്റുണ്ടെങ്കിൽ അത് കിട്ടും. അങ്ങനെ ചെയ്താൽ മതി എന്നതാണ്. നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നതാണ് ഉദ്യോഗ രജിസ്ട്രേഷൻ. അതിൽ തന്നെ നിങ്ങൾ കയറുമ്പോൾ ഒറിജിനൽ ഫ്രീ എന്ന് പറഞ്ഞ ഗവൺമെന്റിന്റെ സൈറ്റിൽ പോകണം. ഇല്ലെങ്കിൽ 1750 രൂപ നിങ്ങൾ ബന്ധമാണ്. അത് ഇങ്ങനെ എല്ലാം ഫിറ്റ് ചെയ്ത് വരുമ്പോൾ പൈസ ചോദിക്കും. നിങ്ങൾ വരുമ്പോൾ പൈസ അത് വേണ്ട. അതൊക്കെ മറ്റ് സൈറ്റുകളാണ്. ഗവൺമെന്റ് സൈറ്റിൽ 5 പൈസയും വേണ്ട. നിങ്ങൾക്ക് നിങ്ങളെ ഉദ്യോഗ രജിസ്ട്രേഷൻ ചെയ്യാം. നിലവിലുള്ള ആളുകൾ അതിൽ എടുത്തു കഴിഞ്ഞാൽ ഉദ്യോഗ രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ കിട്ടും. അതിൽ 0 എന്ന് കാണിക്കും. 0 കോസ്റ്റ് എന്ന് പറഞ്ഞ് കാണിക്കും. ആ കോസ്റ്റ് കയറിയാൽ സ്പീക്കറോട് ഒരു മിനിറ്റ് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ESSന്റെ നിർബന്ധമില്ല. പക്ഷെ നിങ്ങളത് ഒറിജിനായിട്ട് വരുന്നെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് അതിൽ ഇൻക്ലൂഡ് ചെയ്യാം. GST അവിടെ നിങ്ങൾ വിട്ടാൽ മതി. അവിടെ 0 അടിച്ചിട്ട് ഒന്നും ചെയ്യണ്ട. നെല്ല് കാണിച്ചാൽ ഉദ്യോഗ രജിസ്ട്രേഷൻ ചെയ്യാൻ. SSI എന്ന് പറയുന്നതാണ്, അതാണ് ഈ നിയമം. ഇപ്പൊ SSI ഇല്ല. അത് മനസ്സിലാക്കാം. പണ്ട് നമുക്ക് SSI കിട്ടിയായിരുന്നു. എന്തിന്? ജോലിക്കൊക്കെ തുടങ്ങണമെങ്കിൽ തുടങ്ങാൻ വേണ്ടി SSI. ആ SSI പ്രൊഫഷനലാണ് തുടങ്ങാൻ വേണ്ടി. അത് തുടങ്ങിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? അത് പാർട്ട് 2 ആകും.
ഇല്ലേ? അത് അങ്ങനെ പാർട്ട് ഇട്ടു ആക്കിയവർ ആ നമ്പർ അടിച്ചു കൊടുത്താൽ ഇതിൽ കിട്ടും, ഈ ഉദ്യോഗം കിട്ടും. ഈ ഉദ്യമമാണ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്. അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് ആണ്. അതിൻ്റെ കംപ്ലീറ്റ് ഉണ്ടാവുക കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഉണ്ടാവുക. അതിൽ നിങ്ങളുടെ പേരും അഡ്രസ്സും എന്താണ് കുറച്ച് യൂണിറ്റ് അഡ്രസ്സും ഒക്കെ അതിൽ കാണിക്കും. ആ സർട്ടിഫിക്കറ്റാണ് നിങ്ങളുടെ കയ്യിൽ വെക്കേണ്ടത്. നിങ്ങൾക്ക് ഇലക്ട്രിസിറ്റിയിലേക്ക് വേണ്ടത് ആ സർട്ടിഫിക്കറ്റാണ്. ഇപ്പോൾ ഒരു വിഷയം, ഇപ്പോൾ നമ്മൾക്ക് പുതിയ യൂണിറ്റ് തുടങ്ങുന്ന ഒരാളാണെങ്കിൽ അവർക്ക് ഉദ്യോഗ രജിസ്ട്രേഷൻ ആദ്യം ഉണ്ടാവില്ലല്ലോ. പണ്ടൊക്കെ ആണെങ്കിൽ SSI പാർട്ട് 1 ചെയ്താൽ മതിയായിരുന്നു. അതിന് പകരം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, പുതിയ യൂണിറ്റ് തുടങ്ങുന്നതായിട്ടും ഇലക്ട്രിസിറ്റി ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് അതാത് താലൂക്ക് ഇൻഡസ്ട്രീസ് ഓഫീസിൽ പോയിട്ട് ഒരു കത്ത് എഴുതി കൊടുത്താൽ വിറ്റുവരവിന് നിങ്ങൾ എത്രയാണ് അതിൽ രൂപ കൊടുക്കുന്നത് നോക്കണം. നിങ്ങൾ ഓവർ രൂപ അതിൽ വിറ്റുവരവ് കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ പൈസ കൊടുക്കണം. 3000 കൊടുക്കും, 3500 മറ്റോ കൊടുക്കേണ്ടി വരും. ഇല്ല, ഞങ്ങൾ കൂടുതൽ കാണിച്ചിട്ടില്ലേ കൊടുക്കണ്ട. നിങ്ങൾ എത്ര കാണിച്ചതെന്ന് ഇപ്പോൾ നമുക്കറിയില്ല. നിങ്ങൾ എത്ര കാണിച്ചത്, നിങ്ങൾക്ക് വിറ്റുവരവ് ഒരു ദിവസം എത്രയാണ് കാണിച്ചത് അത് കണക്ക് കൂട്ടും. അതിൻ്റെ ടേൺ ഓവർ കണക്ക് കൂട്ടും. ഒരു വർഷത്തേക്കുള്ള 300 ദിവസം ഒരു ടേൺ ഓവർ കണക്കാക്കാൻ പരമാവധി 300 ദിവസം ഒരു വർഷം. ഒരു ദിവസം നിങ്ങൾ എത്രയാണ് വിറ്റുവരവെന്ന് നോക്കി അത് 300 ദിവസം കഴിയുമ്പോൾ എമൗണ്ട് 50 ലക്ഷത്തിനൊക്കെ മേലെ എമൗണ്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ പൈസ അടിക്കണം. ഇല്ലെങ്കിൽ അതിന് കുറവ് മതി. 1600, പിന്നെ 800, 1000, 1500 ഇങ്ങനെ പോകും. അതാണ് എൻ്റെ ഫീസ്. അതിനൊരു സ്ലാബ് ഉണ്ട്. ആ സ്ലാബ് നിങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടും. ആ സ്ലാബ് ആദ്യം ചോദിച്ചു വാങ്ങും. സ്ലാബ് പഞ്ചായത്തിൽ നിന്ന് കിട്ടും. ഇല്ലെങ്കിൽ നിങ്ങളുടെ താലൂക്ക് ഇൻഡസ്ട്രീസ് ഓഫീസറോ അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്തിലെ ഇൻഡസ്ട്രീസ് ഓഫീസറെ അടുത്ത് ചെന്നിട്ട് അദ്ദേഹത്തിനോട് ഇതിൻ്റെ ടേബിൾ വാങ്ങാം കേട്ടോ. ടേബിൾ നിങ്ങൾ വാങ്ങണം. അവിടെ നിന്ന് അവർ തരും എത്രയാണ്. അതിനനുസരിച്ച് വേണം നിങ്ങൾ ലൈസൻസ് കൊടുക്കുമ്പോൾ, അപേക്ഷ കൊടുക്കുമ്പോൾ അതിൽ എഴുതാൻ. അത് എഴുതുന്ന മുറയ്ക്കനുസരിച്ചാണ് അതിൻ്റെ ടാക്സിന് വ്യത്യാസം വരുന്നത്. സാറേ, ഞാൻ ഷംസുദ്ദീൻ, തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളത്ത് ഉൾപ്പെട്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എനിക്ക് 2 ചെറിയ ചോദ്യമുള്ളത്. ഒന്ന്, ഞാൻ ഇപ്പോൾ ഓൾറെഡി ഒരു പുതിയ സംരംഭകനാണ്, സപ്ലൈയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇപ്പോൾ ലൈസൻസ് K-Swift എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് പൊല്യൂഷൻ്റെ ലൈസൻസ് വേണ്ടി വരും, എടുക്കേണ്ടി വരും. ഒന്നത്. പിന്നെ ഈ GST നമുക്ക് എത്ര എമൗണ്ട് വരെ എടുക്കണം എന്നാണ് ചോദ്യം. ഇതിന് പറഞ്ഞോട്ടെ ഒന്ന് നിങ്ങൾ പ്ലാൻ തുടങ്ങിയാണ് K-Swift രജിസ്റ്റർ ചെയ്ത് തുടങ്ങിയാണ്. K-Swift രജിസ്റ്റർ ചെയ്ത് തരാം. അവർ പൊല്യൂഷൻ്റെ പേപ്പർ വേണ്ടെന്ന് പറഞ്ഞു. ലൈസൻസ് കിട്ടും പഞ്ചായത്തിൽ നിന്ന്. നിങ്ങൾ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് എടുത്തോ? അതാണ് നിങ്ങൾക്ക് വിനാവും. നിങ്ങൾ എത്രയും വേഗം, നിങ്ങൾ ഫോർമില്ലല്ലേ, ഫോർമില്ലിന് ദൂരപരിധി പരമാവധി 2, 3, 4 മീറ്ററിൻ്റെ ഉള്ളിൽ വീടുണ്ടെങ്കിൽ പ്രശ്നമില്ല. 5 മീറ്ററിൻ്റെ അകത്തൊക്കെ പുറത്തൊക്കെ വീട് പ്രശ്നമില്ല. നിങ്ങൾക്ക് എന്ത് ആരുടെയും പിന്നെ ഒപ്പൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് 100 മീറ്റർ ചുറ്റളവിൽ നിങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് ആ സ്ഥാപനത്തിലേക്ക് എത്ര ദൂരം ഉണ്ട് എന്ന് ഫിക്സ് ചെയ്തുകൊണ്ട് പ്ലാൻ വരച്ച് മിഷനറി ഫിറ്റ് ചെയ്യുന്ന അതിൻ്റെ ഒരു പ്ലാനും വരച്ച് അവിടെ കൊടുത്തിട്ട് നിങ്ങൾ പൊല്യൂഷൻ വാങ്ങുന്നത് നിർബന്ധമാണ്. ഈ പൊല്യൂഷൻ വാങ്ങിയിട്ടില്ലെങ്കിൽ ആ സമയത്ത് എന്തെങ്കിലും മാറ്റം വന്നു കഴിഞ്ഞ് ലൈസൻസ് കിട്ടിയില്ലെങ്കിൽ K-Swift തുടങ്ങിയാലും പഞ്ചായത്ത് ലൈസൻസ് തരും. പിന്നെ ആ സമയത്ത് പുതുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, ഇത് ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പൊല്യൂഷൻ്റെ ഒരു ഓഫീസർ വന്ന് പരിശോധിക്കാം. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പരാതി കൊടുക്കുക. പരാതി കൊടുത്തു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പരാതിന് ബാധകമല്ല. എങ്ങനെ, നിങ്ങൾ പൊല്യൂഷൻ എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ അടച്ചുപൂട്ട് തന്നെ വേണം. K-Swift കൊണ്ട് അത് പൊല്യൂഷനിൽ കാര്യമല്ല. സബ്സിഡി കിട്ടാനൊന്നും യാതൊരു വിഷയമില്ല. പക്ഷേ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നിങ്ങൾ എന്തെങ്കിലും സ്കീമിൽ വായ്പ കൊടുത്തിട്ട് വായ്പയ്ക്ക് അപേക്ഷിച്ചോ? നിങ്ങൾ സ്വന്തം കാശ് കൊടുക്കിയിട്ടാണ് എടുക്കുന്നത് കംപ്ലീറ്റ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ രൂപത്തിൽ കംപ്ലീറ്റ് മിഷനറിൻ്റെ ബില്ല് വാങ്ങി കയ്യിൽ വെക്കണം. അതിൻ്റെ കൂടെ അതിൻ്റെ റെസീപ്റ്റ് വാങ്ങി കയ്യിൽ വെക്കണം. ഈ രണ്ട് കാര്യവും നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്തു വെക്കണം. എന്നാലേ കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ പൊല്യൂഷന് നിങ്ങൾ എടുത്തെങ്കിലേ നിങ്ങൾക്ക് മുന്നോട്ട് എന്ത് കിട്ടുള്ളൂ. 3.5 വർഷം കഴിഞ്ഞാൽ പഞ്ചായത്ത് ലൈസൻസ് തരണമെങ്കിൽ എന്ത് വേണം, പൊല്യൂഷൻ വേണം. അപ്പോൾ പൊല്യൂഷൻ കിട്ടിയില്ല എന്ന് വിചാരിച്ചോളൂ, എന്താവും, 5 ലക്ഷം നിങ്ങൾ ഫൈൻ അടിക്കണം, അല്ലേ, യൂണിറ്റ് അടിച്ചോളൂ. അതുകൊണ്ട് വേഗം പൊല്യൂഷൻ എടുക്കുക. GST നമ്മൾക്ക് എന്താ വെച്ചാൽ സത്യത്തിൽ GST എന്താ ആളുകൾക്ക് പേടിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. GST എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു ബിസിനസ് ചെയ്യാൻ നിർബന്ധമാണ്. നമുക്ക് വേറൊരാൾക്ക് GST ഇല്ലാണ്ട് നിങ്ങൾക്ക് ബിസിനസ് നടത്താം. എങ്ങനെ, ചിലപ്പോൾ അംഗീകൃതമായി ഞാൻ ഒരു വലിയ ഷോപ്പ് എടുത്ത ആളാണ്, ഇനി ഞാനൊക്കെ GST ചെയ്യുന്നെങ്കിൽ നിങ്ങളുടെ സാധനം ഞാൻ വാങ്ങി വെക്കില്ല. GST നമ്പർ ഇല്ലെങ്കിൽ എന്താ, അവിടെ വന്നാൽ എൻ്റെ സാധനം പിടിച്ചാൽ ഫൈൻ കൊടുക്കേണ്ട ആൾ ഞാനാണ്. നിങ്ങളുടെ സാധനം ഞാൻ വാങ്ങി വെക്കില്ല. GST നമ്പർ അതിലുണ്ടെങ്കിൽ എനിക്ക് വാങ്ങി വെക്കാം. ഈ GST കൊണ്ട് എന്താ നിങ്ങൾക്ക് നഷ്ടം, അതെനിക്ക് മനസ്സിലാവും. GST എന്ന് പറയുന്നത് എന്താ, നിങ്ങൾ അതിലേക്ക് വാങ്ങേണ്ട എന്ത് റോ മെറ്റീരിയലോ ഉണ്ടോ അതൊക്കെ നിങ്ങൾ GST വാങ്ങുക. GST ഇല്ലാണ്ട് നിങ്ങൾക്ക് കിട്ടില്ല. അവർ ബില്ല് തരുമ്പോൾ GST ഉണ്ടാവും.
ആ GST എമൗണ്ട് എത്ര ഉണ്ടോ അത് കഴിച്ച് നിങ്ങൾ വിൽക്കുന്ന വിലയിൽ എത്ര GST കൂടിയത് അത് വെച്ച് ആ GST മാത്രമേ നിങ്ങൾ അടയ്ക്കേണ്ടതുള്ളൂ. ചെറിയ സംഖ്യ ഉണ്ടാവുള്ളൂ. അങ്ങനെ അടയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാം. 40 ലക്ഷം വരെ നിങ്ങൾക്ക് GST ഇല്ലാതെ ചെറുകിട വ്യവസായത്തിൽ യൂണിറ്റ് ചെയ്യാം. അത് പറഞ്ഞുതരാം. പക്ഷെ അവിടെ നിങ്ങൾക്ക് വരുന്ന വിഷയം ഇതാണ്, ഈ ധാന്യങ്ങൾക്കൊക്കെ അരി മറ്റു ഗവൺമെൻറ്റിൻ്റെ ഇതിനൊന്നും കൊടുക്കാൻ കഴിയില്ല. അതാണ് ഗവൺമെൻറ്റിൻ്റെ സപ്ലൈക്കോ മറ്റേ ഒന്നും നിങ്ങളെ സാധനം കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് GST എടുക്കുന്നതാണ് നല്ലത്. എൻ്റെ പേര് ഷാജി, കണ്ണൂർ ജില്ല കൂത്തുപറമ്പിനടുത്ത് പാട്യം പഞ്ചായത്തിലാണ്. അപ്പോൾ പാട്യം പഞ്ചായത്തിൽ തന്നെ 2 രൂപത്തിലുള്ള ലൈസൻസ് ഫീസാണ് ഈടാക്കുന്നത്. എനിക്ക് 1500 തൊഴിൽ നികുതിയും, അടുത്ത മില്ലുകാരൻ ഉള്ള ആൾക്ക് 500 900 തൊഴിൽ നികുതിയും. അതിൻ്റെ മാനദണ്ഡം എന്താണ്? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മാർഗം. അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു കൊടുത്തു. നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ എന്താണെന്നറിയണമെങ്കിൽ വിവരാവകാശ നിയമപ്രകാരം അദ്ദേഹത്തിൻ്റെ അപേക്ഷൻ്റെ ഫോമിൻ്റെ കോപ്പി ചോദിക്കുക പഞ്ചായത്തിൽ നിന്ന്. വിവരാവകാശ നിയമപ്രകാരം ഇന്ന ആൾക്ക് കൊടുത്തിരിക്കുന്ന അപേക്ഷ ഉണ്ടാവും, അവർ തന്നെ അപേക്ഷൻ്റെ കോപ്പി ചോദിക്കുക. അതിൽ നോക്കി എത്രയാണ് അയാൾ വിറ്റുവരവ് ചെയ്യുന്നത്, നിങ്ങൾ കൊടുക്കുന്നതിൽ എത്ര ഉണ്ടെന്ന് നോക്കുക. വിറ്റുവരവിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നത്, ഈ നികുതികൾ ഒക്കെ വരുന്നത്. നിങ്ങൾ അതിൽ കാണിക്കുന്ന തൊഴിലാളി ഇപ്പോൾ പുതിയ ആദ്യം ഒരു ഇതുണ്ട്, ഇത്ര തൊഴിലാളിക്ക് നിങ്ങൾ ഇത്ര രൂപ അടച്ചോളണമെന്നില്ല. അതിനൊരു സ്ലാബ് ഉണ്ട്. തൊഴിലാളിക്ക് കൊടുക്കുന്ന കൂലിക്കനുസരിച്ച് സ്ലാബ് ഉണ്ട്. അത് നിങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടും. സ്ലാബ് ഇതിനും ചോദിക്കാം. നിങ്ങൾക്ക് തൊഴിൽ നികുതി അടിക്കുന്നതിൻ്റെ സ്ലാബ് ചോദിച്ചാൽ അവർ തരും. അപ്പോൾ അതുപോലെ ചിലപ്പോൾ എൻ്റെ കയ്യിലുണ്ടാവാം. ആ സ്ലാബ് വെച്ചിട്ടാണ് നിങ്ങൾ കണക്കാക്കുന്നത്, അവർ കണക്കാക്കുക. അതുപോലെ നമ്മൾ ഈ പൊടിച്ച ധാന്യങ്ങൾ, അതുപോലെ മുളക്, മല്ലി, മഞ്ഞൾ ഇതെല്ലാം മില്ലിൽ നിന്ന് വിതരണം ചെയ്യുന്നതിന് പേക്കർ ലൈസൻസിൻ്റെ ആവശ്യമുണ്ടോ? അങ്ങനെ, അതായത് നിങ്ങളൊരു ഫുഡ് ഐറ്റംസ് ആണ് കൊടുക്കുന്നത്, ലീഗൽ മെട്രോളജിക്കാർ നിർബന്ധമായിട്ട് എടുക്കണമെന്ന് പറയുന്നത്. എടുക്കണം, അതാണ് അതിൻ്റെ നിയമം. അതാണ് അത് ഇത് നമുക്ക് ഇവിടെ മാത്രമുള്ള നിയമമൊന്നുമല്ല. പാക്ക് ചെയ്ത് കൊടുക്കുന്നതല്ല, ബക്കറ്റിലാക്കിയിട്ട് കൊടുക്കുന്നതിന് എന്ത് വേണം, നിങ്ങൾ പാക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ. അല്ലാതെ നിങ്ങൾ ഒരുമിച്ചപ്പോൾ ഇതിൽ ചെയ്തിട്ട് ആൾ വരുമ്പോൾ അതാണിപ്പോൾ അയാൾക്ക് പിടിച്ചു വെച്ചേക്കും, അയാൾ കൊണ്ടുപോയി എന്ന് പറയുന്ന ബേസിലൊക്കെ ചെയ്യുന്നവരില്ല. ചില ആളുകൾ കണ്ടില്ല ഒരുമിച്ച് ബക്കറ്റിലിങ്ങനെ ആക്കി വെക്കുന്നത്. ബക്കറ്റിലാക്കി വെക്കുന്നത് വിൽപ്പനയ്ക്കാണ് എന്ന് പറഞ്ഞാൽ കുടുങ്ങി. അതിനെന്ത് വേണം, അതിൻ്റെ ഡേറ്റും കാര്യങ്ങളും ഒക്കെ കാണിക്കണം. അതിന് നിങ്ങൾക്ക് ലൈസൻസ് വേണം അവരുടെ. അതാണ് അതിൻ്റെ വിഷയം. പാക്കിംഗ് ആണെങ്കിലും വേണം. അല്ല, പാക്കിംഗ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അതെ പാക്കറ്റിലാക്കി നിങ്ങൾ ഒരു ജാറിലാക്കി വിൽക്കുന്നതും എന്താണ്, നിങ്ങൾ എന്തിനാണ് ജാറിലാക്കി ഇങ്ങനെ കടയിൽ ഇങ്ങനെ കുറേ സാധനം വെക്കുന്നത്? അങ്ങനെയാണെങ്കിൽ അനാദി കടയിലും ഇത് പേക്കർ ലൈസൻസ് അല്ല, അതാണ് അവർ വിൽക്കരുന്നതാണ്. ഇതിൻ്റെ നിയമപ്രകാരം അതാണ്. ഇവർക്ക് നിയമപ്രകാരം നിങ്ങളെ വിഷയം ഉണ്ടാക്കണമെങ്കിൽ അവരും വിൽക്കാൻ പാടില്ല അങ്ങനെ. അപ്പോൾ നിങ്ങൾക്ക് അത് ചോദ്യം ചെയ്യാം, അതത്രയേ ഉള്ളൂ. പക്ഷേ എന്താണ് നിയമങ്ങൾ എങ്ങനെയാണ്, പാക്കിങ് വേണോ, പാക്കിംഗ് ലൈസൻസ് വേണം. അതൊന്നും ഈ നിങ്ങൾക്ക് എന്തിനാണ് നിങ്ങൾ പേടിക്കുന്നത് എനിക്ക് മനസ്സിലാവില്ല. പാക്കിംഗ് ലൈസൻസ് എടുക്കുന്നതിനും ഈ FSI ലൈസൻസ് എടുക്കുന്നതിനൊന്നും പ്രയാസങ്ങളില്ല, ബുദ്ധിമുട്ടുകളുമില്ല. ആരെങ്കിലും നിങ്ങളെ പറഞ്ഞ് പ്രയാസപ്പെടുത്തുകയോ ബുദ്ധിമുട്ടോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഒരു ബുദ്ധിമുട്ടുമില്ല, വളരെ ഈസി ആയിട്ട്. പിന്നെ എന്താണ് നമ്മൾ യൂണിറ്റ്, അതാണ് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ സംരംഭകനാകുമ്പോൾ എന്ത് വേണമെന്നുള്ളത് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മളിതൊക്കെ എടുത്ത് എപ്പോഴും സുരക്ഷിതമായി വെക്കുന്നതാണ് നിങ്ങൾക്ക് എന്തിനും നല്ലത്. അതുപോലെ ഈ മില്ലുകൾ തമ്മിലുള്ള ദൂരപരിധി നിശ്ചയിക്കാനുള്ള എന്താ നിയമം? ഒരു നിയമവും നിലവിലില്ല, ഒരു നിയമവും നിലവിലില്ല. നിങ്ങൾക്ക് മാത്രം പോരല്ലോ, അത് നിങ്ങൾ വേണമെന്ന് പറയൂ. കാരണം ഞങ്ങളിപ്പോൾ നാനോ ഇൻഡസ്ട്രീനെ കുറിച്ച് ഒരു പഠനം നടത്തി. ഞാനത് ക്ലാസ് എടുക്കുന്ന ആളാണ്, നാനോ ഇൻഡസ്ട്രി. അതിൽ നമ്മൾ 5 HP വരെ ഉള്ളൂ. ചില ആളുകൾ ഇത് 10 HPക്ക് വേണ്ടി പല സ്ഥലത്തും തന്നു. ഞങ്ങളത് പരിഗണിക്കുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണെന്നറിയാം, ഇതുപോലെയുള്ള മില്ലുകാർ കൊടുക്കും നിലവിലുള്ള. കാരണം 10 HPക്ക് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പെർമിഷൻ ആയി തന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, എല്ലാ വീടുകളിലും മില്ലുകൾ തുടങ്ങും. ഉറപ്പല്ലേ, ചെയ്യും, പല ആളുകളും ചെയ്യും. അപ്പം ആ ഒരു വിഷയം ഇതിലുണ്ട്. ഞാൻ ഇൻഡസ്ട്രി 5 HP വരെ 5 HP നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. അത് അത്രയും പ്രൊഡക്ഷനായിട്ട് ചെയ്യാനൊന്നും പറ്റില്ല, ചെറിയ രൂപത്തിൽ പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ദൂരപരിധി ഇപ്പം എന്തില്ല, ഇത് പാവല്യത്തിൽ വന്നിട്ടില്ല. അതെന്താണെന്ന് പറഞ്ഞാൽ, ഒന്ന് ഇത് പൊല്യൂഷനായിട്ട് ഇതിന് വലിയ ഇത് ഗ്രീൻ കാറ്റഗറിയാണ് നിങ്ങളെ ഇത് 4 വീല്. ദൂരപരിധി അത്രയും കുറഞ്ഞ ദൂരപരിധിയാണ് വീടുമായിട്ടുള്ളൂ. നേരെ മറിച്ച് മറ്റെന്തെങ്കിലും ഒരു യൂണിറ്റ് ആണെങ്കിൽ ഒക്കെ വ്യത്യാസമുണ്ട്. അതാണ് അതിൻ്റെ വിഷയം. ഈ പൊടിച്ച് കൊടുക്കുന്നതേ ഉള്ളൂ, പാക്കിങ്ങിനും വിൽപ്പനയൊന്നുമില്ല. FSI രജിസ്ട്രേഷൻ വേണം അതിന്. പൊടിച്ച് കൊടുക്കുന്നതിന് അങ്ങനെയുള്ളതിന് വേണ്ട. അതായത് നിങ്ങളവിടെ വന്ന ആൾ പൊടിച്ചുകൊണ്ട് പോവുകയാണ്, നിങ്ങൾ അറിയില്ലല്ലോ, അതിന് നിർബന്ധമൊന്നുമില്ല. കാരണം അതിന് നിങ്ങൾക്ക് വേണമെന്നില്ല, നിങ്ങൾ പൊടിച്ച് വിൽക്കുന്നില്ലല്ലോ.
പാർട്ടി കൊണ്ടുവരുന്നു, അത് നിങ്ങൾ അവർക്ക് കൊടുക്കുന്നു. നിങ്ങൾ അവിടെ ഒരു പണിയെടുക്കുന്നുള്ളൂ. അവിടെ നിന്ന് നിങ്ങൾ ഒരു ജോബ് വർക്ക്, ഒരു സർവീസ് ചെയ്ത് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ അയാളെ കൊണ്ടുവരുന്നതിൽ എന്തുണ്ടാവും? നിങ്ങൾ എക്സസൈസ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. കൊണ്ടുവരുന്നതിന് അതിൽ കൊണ്ടുവന്നിട്ട് കാര്യമുണ്ടോ? പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ലൈസൻസ് അപേക്ഷ കൊടുത്താൽ എത്ര കാലാവധിക്കുള്ളിൽ അവർ അതിന്റെ റിട്ടേൺ സമർപ്പിക്കണം? അതായത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ പേപ്പറിൽ ലൈസൻസിന് അവർക്ക് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന് 120 ദിവസം വരെ ടൈം എടുക്കാം. അത് 10 ദിവസം കൊണ്ടും കിട്ടും, ചിലപ്പം അവിടെ 5 ദിവസം കൊണ്ടും കിട്ടും. പ്ലാനും കാര്യങ്ങളും വളരെ കറക്റ്റാണെങ്കിൽ അവിടെ ഉദ്യോഗസ്ഥന്മാരെ മുമ്പിലേക്ക് ഇത് ചെല്ലുമ്പോൾ എല്ലാം കറക്റ്റാണെങ്കിൽ 2 ആഴ്ച കൊണ്ടൊക്കെ കിട്ടുന്നത് 4 ദിവസം കൊണ്ടും ഇവിടെ കിട്ടുന്നുണ്ട്. പേപ്പർ ലൈസൻസിന് അത് എനിക്ക് അറിയാത്തത് ഞാൻ എനിക്ക് പറയാനുണ്ട്. അപേക്ഷ കൊടുത്തിട്ട് 2.5 മാസത്തിൽ കൂടുതലായി. എവിടെ പേപ്പർ ലൈസൻസിനും പൊല്യൂഷന് കൊടുത്തിട്ട് അതിൻ്റെ നമ്പർ നിങ്ങളുടെ കയ്യിലുണ്ടോ? കയ്യിലുണ്ട്. പിന്നെ ID പാസ്പോർട്ട് ഉണ്ടോ? ID